ആരാ? നിങ്ങളാണ് വണ്ടിൻ്റെ ഓണർ? ആ, എൻ്റെ വണ്ടിയാണ്. ഞാൻ ബാങ്കിൽ നിന്നാണ്. നിങ്ങളെ വണ്ടിയുടെ 3 അടവ് തെറ്റിയിട്ടുണ്ട്. ഇത് 4ാമത്തെ മാസമാണ്. അപ്പോൾ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ബാങ്കിൽ നിന്ന് നേരിട്ട് എത്തി നിങ്ങളെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഫോൺ എടുക്കാഞ്ഞ 2 ആഴ്ചത്തോളം ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഓരോ അടവെങ്കിൽ നിങ്ങൾ അവിടെ വന്നിട്ട് അടയ്ക്കുകയാണെങ്കിൽ ഇനിയും കുറച്ചും കൂടി സാവകാശം കിട്ടിയിരുന്നു. സാർ നിങ്ങളൊന്നും വിചാരിക്കരുത്, പൈസ ഉണ്ടായിക്കൊണ്ട് ഞാൻ അടക്കാക്കണമല്ല. ഞാൻ 2 ദിവസമായിട്ടുള്ളൂ വണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സ്കൂൾ ട്രിപ്പ് ഓടിയ പൈസ കിട്ടാണ്ട്, അത് കിട്ടിയാൽ നിങ്ങൾ ഒരടവ് ഞാൻ അടച്ചോളാം. നിങ്ങൾ പറഞ്ഞ് എന്ത് ന്യായമുള്ളത്? ഇതെല്ലാവരും പറയുന്നതാണ് അവിടുന്ന് കിട്ടാണ്ട് ഇവിടുന്ന് കിട്ടാണ്ട് എന്നൊക്കെ. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ട് ഒരു ഗഡു അടക്കി, അതാണ് അതിന് ശരി. മനസ്സിലായ? അല്ല നിങ്ങൾക്ക് എന്ത് പറ്റി? സ്റ്റാൻഡിലിരിക്കുമ്പോഴേ ചെറിയൊരു നെഞ്ഞുവേദന കുറേ ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ ആകെ ഒരു തലക്കറക്കം എല്ലാം കൂടി. അപ്പോൾ നമ്മളെ കുട്ടികൾ, സ്റ്റാൻഡിലെ കുട്ടികൾ എന്നെ കൊണ്ടുപോയത് ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ 2 ബ്ലോക്ക് ഉണ്ടെന്നാണ്. പിന്നെ പെട്ടെന്ന് ചെയ്ത് പൈസ ഒന്നും ഉണ്ടായിട്ടല്ല, കാരണം ഇൻഷൂർ കാർഡ് ഇല്ലായിരുന്നു. 2 ലക്ഷം ഉറുപ്പിയോളം നമ്മളെ ഓട്ടോ സ്റ്റാൻഡിലെ കുട്ടികളാണ് അവിടെ നിന്നൊക്കെ പിരിച്ചു വേണ്ടത് കൊടുത്തത്. സാർ ഒരു കാര്യം ചെയ്യുന്നു, വണ്ടി കയറി സ്കൂൾ ട്രിപ്പ് ഓടിയ പൈസ ഉണ്ടല്ലോ, ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. അത് ഒരു അടവിനുള്ള പൈസ തികയും. അത് സാറിന് തരാം, സാറ് കയറി. ഹലോ, ഞാടെ 15 സെൻറ്റ് കച്ചവടം കഴിഞ്ഞേക്കണേ. 14 സെൻറ്റിൻ്റെ സ്ഥലം കൂടി ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. അത് നമുക്ക് വൈകുന്നേരം റെഡിയാക്കാം. അങ്ങനെ ഒരു മിനിറ്റ്. എന്താ നാസറേ? സ്കൂൾ ട്രിപ്പിൻ്റെ പൈസ കിട്ടിയാൽ ആയിക്കോട്ടെ, ഞാൻ വിളിക്കാം. നമുക്ക് ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഓടി പോകണമെന്നില്ലല്ലോ. കേട്ടാ, ഞാൻ എനിക്ക് പൈസ തരാനൊന്നുമില്ലല്ലോ ആദ്യം. അതുകൊണ്ട് പിന്നെ എടുക്കാം, ജിബിക്കാം കേട്ടാ. അത്യാവശ്യം ആയിക്കോട്ടെ, എല്ലാവർക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് പറയണത്. പിന്നെ എടുക്കാം. പിന്നെ വാട്ടാ. പടിയിറങ്ങുന്നു വീണ്ടും പടിയിറങ്ങുന്നു. ആ നാസറാക്ക പറയാലോ കണ്ടിട്ട്. ഇപ്പോൾ വണ്ടി ഓടിക്കലൊന്നും ഇല്ലേ? വണ്ടി ഞാൻ ഇപ്പോൾ ഹോട്ടലിൽ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ 1.5 മാസമായിട്ട് ആസ്പത്രിയിലായിരുന്നു. അതിന് നിങ്ങൾക്ക് എന്താ പറ്റി? അത് 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു, വണ്ടിയൊന്നും ഓട്ടരുത്. അങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ? ആ, ഞാൻ നിങ്ങൾക്ക് 2 മാസം പൈസ ഉണ്ടല്ലോ. നിൽക്കിട്ടാ, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. പെണ്ണുങ്ങളോട് ചോദിച്ചാൽ പോലെ. അല്ല, അത് സാരില്ല, ഇത് പൈസ കൂടുതലാണ്. അത് സാരില്ല, അത് വെച്ചോളി. അടുത്ത ട്രിപ്പിലേക്ക് ക്ലിയർ ആക്കിയാൽ മതി. ആ, ചോദിച്ചു ഫോണ് കളിച്ചുകൊണ്ടിരിക്കുകയെന്ന്, സ്കൂളിലും പോകാതെ വെറുതെ കള്ളത്തരം പറഞ്ഞ പനിയാണ് അതാണ് ഇതാണെന്നൊക്കെ അല്ലേ. എന്തിയാ നാസറേ പോന്ന്? കുട്ടികളെ കൊണ്ടായില്ല മറ്റേ വണ്ടിക്കാരൻ വന്നിട്ട് സ്കൂളിലേക്ക്? വണ്ടി പൈസ കുറച്ച് ആയത് ബാക്കിയുണ്ടായിരുന്നു. വണ്ടി പൈസ തന്നില്ല? ഇല്ല, പഠിച്ചോനെ, ഞാൻ അതൊക്കെ ഇവിടെ ഏൽപ്പിച്ച് പോയതാണല്ലോ. ഇത് വന്നിട്ടുണ്ടായിരുന്നില്ലേ? അത് കൊടുക്കാണ്ട് ആളേക്ക് പിന്നെ ഓള് കൊടുത്തില്ല. അവഞ്ഞ് ഇവിടെ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടാ. മിനിറ്റ്. ഇന്നെന്താ മോളെ സ്കൂളിൽ പോയില്ലേ? പനിയാ? ഹലോ, ആ അല്ലോടോ, ഞാൻ ആ വണ്ടിക്കാരന് പൈസ കൊടുക്കാൻ എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിരുന്നു. ഇതുവരെ കൊടുത്തില്ല. അത് അനക്ക് ആവശ്യമുണ്ടെങ്കിൽ അനക്ക് അവിടുന്ന് ബാങ്കിൽ നിന്ന് എവിടെയെങ്കിലും എടുത്താൽ പോരെ. ആ പൈസ എടുത്ത് കണ്ട് തിരിയാൻ നിൽക്കണ. അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവൂലേ? ഇപ്പം അയാൾ പൈസക്ക് വേണ്ടി ഇവിടെ തെരഞ്ഞെന്ന് എന്തോ ബുദ്ധിമുട്ടുണ്ടല്ല. ഇനിയിപ്പോൾ ഞാൻ എവിടുന്ന ഇപ്പം എടുത്ത് കൊടുക്കണേ? ഞാൻ ഇപ്പോൾ ബാങ്ക് പോകണ്ടെങ്കിൽ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി. ആ ഞാൻ നോക്കട്ടെ എന്നാലും അവിടെ പോയിട്ട്. പോരട്ടാ. എത്രയല്ല? 1500 അല്ലേ കേട്ടോ? അല്ല നാസറേ, പിന്നെ ഇനി മുതൽ ഈ വരണമെന്നില്ല. കുട്ടികളെ കൊണ്ടാരിപ്പോ വരുന്ന വണ്ടിക്കാരുണ്ടല്ലോ, ഓൻ തന്നെ വന്നാൽ മതി. ഓനാവുമ്പോ എന്താ അറിയോ, 400 ഉറുപ്പ്യ എടുത്താൽ മതി. എനിക്ക് 500 ഉറുപ്പ്യ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി വരണ്ട കേട്ടാ. അപ്പൊ എന്റെ ഇടപാടൊക്കെ തീർന്നില്ലേ? കിനാവിന്റെ
ദേശഗാനമായി മനസ്സിന്റെ തീരത്ത് മുറിയാതെ ഒഴുകുന്ന സ്നേഹാമൃതം. വണ്ടി നിർത്തിയാണേ, വണ്ടി നിർത്തി. രാവിലെ 10 മണിക്ക് ഇറങ്ങിയല്ലേ, ഇപ്പം സമയത്ത് 3 മണി. അല്ല, നിങ്ങളിത് എത്ര റുപ്യ ഉണ്ടായി? ഒരടവിനുള്ള പൈസ അയക്കണം. അല്ല, നിങ്ങൾ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിക്കണ? ഇല്ല, എനിക്ക് വീട്ടിൽ പോകണം, മരുന്ന് കഴിക്കാളല്ലേ. ഒരു കാര്യം ചെയ്യും, ഇതവിടെ വെക്കും. അല്ല വേണ്ട, ഇതവിടെ വെക്കും. ഞാൻ മാനേജറോട് പറഞ്ഞിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. ഇപ്പം ഞാൻ അവിടെ നിന്ന് കേട്ട് നിങ്ങൾ 500 റുപ്യക്കാണ് ഒരു കുട്ടീനെ കൊണ്ടുപോകുന്നത്, പക്ഷെ അത് വേറെ ആൾ കൊണ്ടുപോകുന്നത് എത്രയാണ്? 400 റുപ്യക്ക്. ഇതെങ്ങനെ മുതലാവുക? അതിപ്പോൾ 500 റുപ്യ കൊണ്ടുപോയിട്ട് ഒത്തിട്ടല്ല, പിന്നെ എന്താ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കിട്ടേണ്ട വെച്ചിട്ടാണ്. അതിപ്പോൾ പുതിയ പുതിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, ഡ്രൈവർമാർ. അവർക്കിപ്പോൾ ഇപ്പോൾ അത് ഇതിന്ന് കിട്ടിയിട്ട് വേണ്ട, ഇതിന്ന് ഓടി കിട്ടിയിട്ട് വേണ്ട അവർ കുടുംബം കഴിയാൻ. അങ്ങനത്തെ കുറേ ഡ്രൈവർമാരുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന ഓരോരോ സംഭവങ്ങളാണ്. എന്താ ഇപ്പോൾ ചെയ്യുക? സാറില്ല, നിങ്ങൾ വിഷമിക്കണ്ട കേട്ടാ. ഞാൻ എന്താ വെച്ചാൽ ചെയ്യാം കേട്ടാ. പോയിട്ട് ഓക്കെ, എന്നാലും ശരി കേട്ടാ. പിന്നെ ഇനി മുതൽ ഇത് വരണമെന്നില്ല. കുട്ടികളെ കൊണ്ടാരിപ്പോ വരുന്ന വണ്ടിക്കാരുണ്ടല്ലോ, ഓൻ തന്നെ വന്നാൽ മതി. ഓനാവുമ്പോ എന്താ അറിയോ, 400 റുപ്യ ഇട്ടാൽ മതി, നമുക്ക് 500 റുപ്യ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി വരണ്ട കേട്ടാ. ഇടപാടൊക്കെ തീർന്നില്ല.